ഇനി ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കല്യാണ പെണ്ണുമായി വിവാഹത്തിന് മുമ്പ് സംസാരിക്കുന്ന ഏർപ്പാട് ഇവരുടെ കുടുംബക്കാർക്കില്ല. വലിയ തറവാട്ടുകാരാ. അതെ, ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മയോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് തന്നെ ഇവനെ പ്രസവിച്ച് കിടക്കുമ്പോഴാ. അതും ആൺകുഞ്ഞാണോ ഉണ്ണിയമ്മേ എന്ന് ചോദിക്കാൻ മാത്രം. ഒന്നിങ്ങ് വന്നേ. അല്ല, ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ ഉണ്ണികൃഷ്ണനോട് എന്താ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് മോൾക്ക്. പേഴ്സണൽ എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് പോരെ, അതും മതിയെന്ന് പറ. ആവാം, പോവാം. ഇതും കുളമായോ? എന്തായി? വരേ തീരുമാനമായി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ? സ്റ്റാർട്ടാക്കാൻ വണ്ടി ഞാൻ ഓഫ് ആക്കിയിട്ടില്ലല്ലോ. ചേട്ടന്റെ പേരെന്താ? എന്റെ ഉണ്ണികൃഷ്ണ, നിന്റെ 15ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയതല്ലേ മണിപ്പേഴ്സ് തുറന്നു വെച്ച പോലെ വായും തുറന്നു വെച്ച് എന്റെ മുമ്പിൽ വന്നുള്ള ഇരിപ്പ്. ശബ്ദമൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞ്. കറക്റ്റ്. സ്വന്തം ഭാര്യയെ പോലും ഡോക്ടർ ഇത്രയും വായി നോക്കി കാണില്ല. അന്ന് മുതൽ ഓരോ വിസിറ്റിനും ഞാൻ ഫീസ് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു ബെൻസ് കാറ് വാങ്ങാമായിരുന്നു. എന്താ ഉണ്ണികൃഷ്ണ ഇപ്പൊ വീണ്ടും ഇങ്ങനെ തോന്നാൻ? ഇവൻ ഇന്നൊരു പെണ്ണ് കേൾക്കാൻ പോയി. പെണ്ണ് കേൾക്കാനോ? അല്ല, നമുക്കൊക്കെയാണല്ലോ ഈ പെണ്ണ് കാണല്. ഇവന്റെ ഈ ശബ്ദം പെണ്ണ് കേൾപ്പിക്കലാണല്ലോ. അതാ പറഞ്ഞത് പെണ്ണ് കേൾക്കല്. സ്വരസ്ഥാനം മാറിപ്പോയി. പെൺകുട്ടിക്ക് സിനിമാ നടൻ തിലകന്റെ ശബ്ദം. ഒരു ഓപ്പറേഷൻ നടത്തി രണ്ടുപേരുടെ ശബ്ദങ്ങൾ പരസ്പരം വെച്ചു മാറിയിരുന്നെങ്കിൽ ഈ കല്യാണം നടന്നുപോയേനെ. എന്റെ ഉണ്ണികൃഷ്ണ, ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയൊക്കെ ആയി ഈ ശബ്ദ വിഷയത്തിന് വേണ്ടി ഇതുവരെ എത്ര രൂപ പൊടിച്ചു കാണുമെന്ന് വല്ല പിടിയുണ്ടോ? അല്ല ഡോക്ടർ, എന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഉണ്ണികൃഷ്ണ, എല്ലാം ശരിയാവും. ഞങ്ങൾ ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഒരു മിനിറ്റ് നീ പുറത്തു പോയി നിൽക്ക. ചെല്ലേ. ഡോക്ടർ, അവന്റെ ശബ്ദം ചികിത്സിച്ച് ശരിയാക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർക്ക് അറിയാം. അവനും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നിട്ടും വർഷങ്ങളായി അവൻ ഡോക്ടറെ കാണാൻ വരുന്നു. മനസ്സിന് വിഷമം തോന്നുമ്പോഴെല്ലാം. അതെ, നമുക്ക് ഫീലിങ്സ് വരുമ്പോ നമ്മൾ ഏതെങ്കിലും ഭാര്യ കയറി രണ്ടടിക്കും. അവന് ഫീലിങ്സ് വരുമ്പോ ഡോക്ടറെ കണ്ട് 2 മരുന്നടിക്കും. 2 വേസ്റ്റാ. കണ്ടിന്യൂ. ഫലമുണ്ടാകില്ലെന്ന് അറിയാമെങ്കിലും ഓരോ തവണയും അവന് ഡോക്ടർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതിലൂടെ അവന്റെ മനസ്സിന് അല്പം ആശ്വാസം ലഭിക്കാറുണ്ട്. അതേപോലെ ഇത്തവണ അവന്റെ മനസ്സൊന്ന് തണുപ്പിക്കണം. ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണികൃഷ്ണ, അവനൊരു പ്രതീക്ഷ കൊടുത്താൽ മതി. ഉണ്ണികൃഷ്ണ, സാധകം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വിശാലമായ കുളത്തിലോ പുഴയിലോ വെളുപ്പിന് കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് വേണം ചെയ്യാൻ. സാധകത്തിന് അപാരമായ സിദ്ധികളുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. മാഷേ, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? താങ്ക് യു. സാധകത്തിലൂടെ എന്റെ ശബ്ദം ഞാൻ തിലകന്റെ ശബ്ദമാക്കി മാറ്റും. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത: പാട്ട് കേട്ട് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തി. പ്രതിയെ പോലീസ് തെരയുന്നു. മാഷ് സ്കൂളാണെന്ന് ഉറങ്ങിയ ശല്യപ്പെടുത്തണ്ട. നാളെ അമ്പലത്തിലെ മണിയുടെ വെക്കുമ്പോൾ എഴുന്നിട്ട് പോയിക്കോളും. മോനെ, പാട്ടൊക്കെ കൊള്ളാം. പക്ഷെ കുളത്തിലുള്ളത് അക്രമവാസനമുള്ള മീനുകളാ. നിന്റെ പല്ലവിയും അനുപല്ലവിയും ഒക്കെ പോകാതെ നോക്കണം. പാപ്പന് പനിയല്ല, വയറിളക്കോ. ഒന്ന് കേറി വാടാ. യെസ് ജാനക. മേരിക്കുട്ടി എന്നെ വിളിച്ച? ആഹാ, സ്കൂളിലെ പിള്ളേര് മാത്രമല്ല, ഭാര്യയും സാറിന് ഇതാണല്ലോ വിളിക്കാറ്. അമ്പലക്കുളത്തിനടുത്തുള്ള വീടാണെന്നാണ് പറഞ്ഞത്. ഇതിലേതാണാവോ ഓട്ടോശാന്തിര വീട്? ഓട്ടോറിക്ഷ മിറ്റത്തിറങ്ങുന്ന വീടായിരിക്കും ശാന്തിര വീട്. ആരത്? അത് ശരി, എന്റെ നിഴലായിരുന്ന. നിഴലിനെ എന്നെയും കണ്ടാൽ മനസ്സിലാവൂല. അതാ. ഓട്ടോറിക്ഷ മുറ്റത്ത്, വീട്. ഇത് തന്നെ ഓട്ടോശാന്തിര വീട്. കേറിയാക്കാം. ബാക്ക് എഞ്ചിനാ, നല്ല വലുവായിരിക്കും. എന്റെ ശാന്തി, അയ്യോ എന്റെ ശാന്തി ഇരിക്കണ പോളിസി സീറ്റ്. ഉമ്മ ഫോൺ ചെയ്തേക്കാം. രാജി, റാണി, റമലിത്ത. യെസ്,
ശാന്തി, ഓട്ടോ ശാന്തി. ഹലോ, ശാന്തി, ഏട്ടനെത്തി. അവനെത്തി. ഞാൻ ദാ വരുന്നു. ഇന്നത്തോടെ തീർക്കണം അവന്റെ ഞരമ്പരോഗം. നീ പോയി വാലോർന്നേ. നല്ല നിലാവ, ആരും കാണൂല. ശാന്തി, ശാന്തി, ഏട്ടൻ വന്നു. എന്താ താമസം? ആളെ ഷോക്കടിച്ചോ? വിറയ്ക്കുന്നു. രക്ഷയില്ല. അയ്യോ ഡോക്ടറെ, ഞാൻ മരിച്ചു പോകോ ഡോക്ടറെ? അതല്ല, ഈ വിറയിൽ നിൽക്കാതെ ഇഞ്ചക്ഷൻ ചെയ്യാൻ നിവൃത്തിയില്ല. വളരെ സീരിയസ് ആണ്. വളരെ സൂക്ഷിക്കണം. അല്ല, ഇന്നലെ ശരിക്കും അമ്പലക്കുളത്തിൽ എന്താ കണ്ടേ? 3 തലകളും 6 കൈകളുമുള്ള ഒരക്ഷി. ഒരു കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ടോർച്ചോ? അതെന്തിനാ? അത് ചിലപ്പോ പവർ കട്ട് സമയത്ത് ഈ വെളിച്ചം കിട്ടാതെ മരിച്ച വല്ല രക്ഷയായിരിക്കും അല്ലേ? അതെ അതെ. നമ്മുടെ വടക്കേതിലെ നാരായണി നിറവയറോടെ മുങ്ങിച്ചത്ത കൊളവാത്. അപ്പൊ നാരായണി എന്നെ സംശയല്ലേ? ഇന്നലെ അർദ്ധരാത്രി അമ്പലക്കുളത്തിന്ന് സ്ത്രീ ശബ്ദത്തിൽ ഒരു പാട്ട് കേട്ടു. വെള്ളിയാഴ്ച കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല. ഹേയ്, അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 രക്ഷികളാ? നാരായണന്റെ കുട്ടികള് മരിക്കുമ്പോ ഗർഭിണിയായിരുന്നല്ലോ. ചുരുക്കം പറഞ്ഞ നാരായണി കെട്ടുപൊട്ടിച്ചു ഇല്ല തിരുമേനി? അപ്പനീ പൂജയും ഹോമൊക്കെ വേണ്ടി വരും. അങ്ങനുണ്ടെ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് പിരിവ് തുടങ്ങണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കമ്മിറ്റി വിളിക്കണേ. നിങ്ങളൊക്കെ കൂടി ഇതൊരു ഉത്സവമാക്കണല്ലേ? ഉണ്ണികൃഷ്ണൻ, ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഇനിയും നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഈ നാടൊരു ഗോസ്റ്റ് ടൗൺ കൺട്രി ആകും. അതുകൊണ്ട് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടാ? വേണ്ട വേണ്ട, അങ്ങേരെ അടുത്ത മണ്ടത്തരം ഉപദേശിക്കും. പുതിയ സിം കാർഡ് ഞാൻ ടൗണിൽ പോയി വാങ്ങിയതാ. പത്രത്തിൽ നിന്റെ വിവാഹ പരസ്യം കൊടുക്കും. ഈ പുതിയ നമ്പർ അതിൽ വെക്കും. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വിളിക്കും. അതിൽ നിന്ന് പറ്റിയ വധുവിനെ നമ്മൾ തെരഞ്ഞെടുക്കും. നിന്റെ സ്ഥിര നമ്പർ പത്രത്തിൽ കൊടുത്താൽ നാട്ടുകാർ നിന്നെ തിരിച്ചറിയും. അതുകൊണ്ട് ആ ദ്രവ്യൻ പുതിയ സിം കാർഡ് വാങ്ങിച്ചത്. തൽക്കാലം ഈ നമ്പർ നീ മറ്റാർക്കും കൊടുക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. ഇനി പേടിക്കണ്ട, നിന്റെ വധു നിന്നെ തേടി വരും. സത്യം? കനകധാര വിൻവിൻ കുയിലേ കുയിലേ. ചേട്ടാ, കുയിലുണ്ട്, കനകധാരയുണ്ട്. ഇന്നത്തെ ഭാഗ്യം ചേട്ടനായിരിക്കും. 10 രൂപയുള്ളൂ. എന്താ ചേട്ടാ നോക്കണം? ഈനാമ്പേച്ചിയുടെ രൂപവും ദിനോസറിന്റെ ശബ്ദവും. എന്താ ചേട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കുയില് വേണ്ടെങ്കിൽ കനകധാര എടുക്ക്. എനിക്ക് വേണ്ട. ഇത് ഒറിജിനൽ കുയില് തന്നെയാണല്ലോ. നാളത്തെ കുയിലേ, നാളത്തെ കുയിലേ. ഈശ്വര, ജീവിക്കാനും സമ്മതിക്കില്ലേ? പുതിയ നമ്പർ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. ഇതാരാ? ഹലോ ഹലോ, ഡെയ്സി അല്ലേ? അല്ല, സോറി, തെറ്റി വിളിച്ചതാ. റോങ് നമ്പറാ. ഇവളുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നെങ്കിൽ ബ്രോക്കർ ദ്രവ്യനോട് പറയാമായിരുന്നു. വിളിക്കാൻ കണ്ടൊരു സമയം. ഹലോ, ഞാൻ നേരത്തെ വിളിച്ച ആളാ. റോങ് നമ്പർ. വിളിച്ച സ്ഥിതിക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാതെ വീണ്ടും തെറ്റി വിളിച്ച റോങ് നമ്പർ എന്ന് പറയാതിരിക്കെങ്കിലും ചെയ്യാമല്ലോ. എന്റെ പേര് പപ്പൻ. ഡോകോമോ പപ്പൻ എന്ന് പറഞ്ഞാലേ 4 ആൾ അറിയൂ. പപ്പനോ? ഇവനെങ്ങനെ എന്റെ നമ്പർ കിട്ടി? അതെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? പേര്. തൽക്കാലം കുട്ടിയുടെ പേര് മാത്രം അറിഞ്ഞാൽ മതി. ടു ടു ടു. എന്റെ പേര് ബാലാമണി. പോരെ? ബാലാമണി മതി, ഇത്രേ മതി. ആ കുട്ടി എവിടെ? എടാ പപ്പൻ പറട്ടെ. ചേട്ടാ, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ വേണോ? നോ താങ്ക്സ്.